ശ്രീ മോൻസ് ജോസഫ്, അങ്ങേക്ക് 8 മിനിറ്റ്. സർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ്. സാർ, ഇവിടെ എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട റാന്നി അംഗം ശ്രീ പ്രമോദ് നാരായൺ, അദ്ദേഹം കേരളത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും നല്ല കാലത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞു. സാർ, ഇന്ന് കേരളത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണ്? സാർ, ഇന്ന് വേൾഡ് ഹാപ്പിനെസ് ഡേ ആണ്. ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൻ്റെ കവർ ചിത്രം കണ്ണീർ മടക്കം. 2 സഹോദരിമാർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇത്രയും ദിവസം സത്യഗ്രഹം അനുഷ്ഠിച്ചിട്ട് ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ ഈ സർക്കാർ തയ്യാറാകാത്തതുകൊണ്ട് പൊട്ടിക്കരയുന്ന കേരളത്തിലെ പാവപ്പെട്ട സഹോദരിമാരുടെ കണ്ണുനീരാണ് എല്ലാ പത്രങ്ങളുടെയും കവർ ചിത്രം. സാർ, വേൾഡ് ഹാപ്പിനെസ് ഡേ ആചരിക്കുമ്പോൾ കേരളം മോസ്റ്റ് അൺഹാപ്പി ഡേയ്സ് ഓഫ് കേരള, ഇതല്ല ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ. സാർ, ഇങ്ങനെ നോക്കിക്കൂ, ആശാ വർക്കർമാരുടെ സമരം, അംഗൻവാടിക്കാരുടെ സമരം, കണ്ണീരിൻ്റെ താഴ്വരകളിലൂടെ സെക്രട്ടേറിയറ്റ്. നമ്മുടെ മയക്കുമരുന്നും മദ്യവും ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ കേരളത്തിൽ കൊലപാതകങ്ങൾ, ആക്രമണങ്ങൾ പെരുകുന്നു, കവർച്ച വർദ്ധിക്കുന്നു. ഇവിടെ നാട് ആശങ്കയുടെ മുൾമുനയിൽ സങ്കടപ്പെട്ട് നിൽക്കുന്ന ദുരവസ്ഥ. സാറ്, ഇവിടെ ഏറ്റവും കൂടുതൽ കർഷകൻ്റെ കണ്ണുനീര് വീണ് കേരളം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ജലത്തിൻ്റെ കാര്യത്തിലും അന്നത്തിൻ്റെ കാര്യത്തിലും. ജലത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അതിലേക്ക് വരാം. അന്നത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ പാടശേഖരങ്ങൾ കണ്ണീർ പാടങ്ങളായി. അവിടെ മുഴുവൻ നെല്ല് കൊയ്തിട്ടിട്ട് ആ സമയത്ത് കൊണ്ടുപോകാൻ കഴിയാതെ നിരാശയിൽ കഴിയുന്ന കേരളത്തിലെ നെൽകൃഷിക്കാർ. സാർ, ഇങ്ങനെ എല്ലാ രംഗത്തും കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും കണ്ണീരിലാഴ്ത്തിയ, കണ്ണീര് കുടിപ്പിക്കുന്ന ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരെയാണ് കേരള ജനത പ്രതികരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് സാർ, ഞാൻ TS എലീറ്റിലേക്കൊന്നും പോകുന്നില്ല, നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. സാർ, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഇന്ന് ജലജീവൻ മിഷൻ പദ്ധതിയുടെ അവസ്ഥ എന്താണ്? ജലവിഭവ വകുപ്പിൻ്റെ ചർച്ച നടക്കുകയാണ്. സാർ, ഉമ്മൻചാണ്ടി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, UDF ഗവൺമെൻറ് സമയത്ത് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ നേതൃത്വം കൊടുത്തുകൊണ്ട് PJ ജോസഫ് ജലവിഭവ വകുപ്പ് മന്ത്രിയായി ഇരിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് തുടക്കം കുറിച്ച കുടിവെള്ള പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പരിധിയിലും കേന്ദ്ര പദ്ധതികളുമായി ബന്ധപ്പെട്ടായിരുന്നു. ആ ഗവൺമെൻറ് അവസാന കാലഘട്ടത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടു കൂടി ജലജീവൻ മിഷൻ എന്ന പദ്ധതി നമ്മുടെ സംസ്ഥാനത്തിന് കൂടി ലഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ LDF ഒന്നും അതിനോട് യോജിക്കാതെ നിന്നും പിന്നീട് LDF അതിനോട് യോജിച്ചു. അങ്ങനെ 1ാം പിണറായി ഗവൺമെന്റ് സമയത്ത് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ K. കൃഷ്ണൻകുട്ടി അവരുടെ നേതൃത്വത്തിൽ ജലജീവൻ മിഷൻ പദ്ധതി കേരളത്തിൽ തുടക്കം കുറിച്ചു. 5 വർഷം കടന്നുപോയി. ഇപ്പോൾ അതിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് 2ാം പിണറായി ഗവൺമെന്റ് സമയത്ത് ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ജലജീവൻ മിഷൻ പദ്ധതി അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരേണ്ട കാലഘട്ടമാണ്. സാർ, ഇന്നത്തെ യഥാർത്ഥ അവസ്ഥ എന്താണ്? ഇന്ന് ജലജീവൻ മിഷൻ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് പരിപൂർണമായി സ്തംഭനാവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ നിലപാടാണോ? സത്യസന്ധമായി ബഹുമാനപ്പെട്ട മന്ത്രി ഈ വിഷയങ്ങൾ പരിശോധിക്കണം. 4000 കോടി രൂപയുടെ കുടിശ്ശിക ഉണ്ടായത് മൂലം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഫെബ്രുവരി മാസം മുതൽ കേരളത്തിലെ വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള കോൺട്രാക്ടർമാർ നിർത്തിവെച്ചിരിക്കുകയാണ്. സാർ, ഇവിടെ ഏപ്രിൽ മാസം വരുന്നു, വരൾച്ചയുടെ ഘട്ടങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു. ഇതിനു മുൻപായി ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കുന്ന നിർണായകമായ സമയത്താണ് ഈ ചർച്ച നടക്കുന്നത്. സാർ, ഇവിടെ ഒരു കാര്യവും അത്തരത്തിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ ഇവിടെ ജലജീവൻ മിഷൻ പദ്ധതി നമുക്ക് തൃപ്തികരമായി പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. ബഹുമാനപ്പെട്ട മന്ത്രി അതിന് മുൻകൈ എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സാർ, അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ മറ്റ് MLA മാർ ഇവിടെ ചൂണ്ടിക്കാണിച്ചു. ഈ ജലജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടി PWD റോഡുകൾ വിട്ടുകൊടുത്തു, ഗ്രാമീണ റോഡുകൾ വിട്ടുകൊടുത്തു. സാർ, 2 പ്രശ്നങ്ങളാണ്. തിരുവനന്തപുരം സിറ്റി മുതൽ ഭരണകക്ഷി പ്രതിപക്ഷ ഭേദമന്യേ എല്ലാ MLA മാരുടെയും മണ്ഡലത്തിൽ PWD റോഡുകൾ വാട്ടർ അതോറിറ്റിക്ക് വിട്ടുകൊടുത്തു. അവർ പൈപ്പിട്ട സമയത്ത് തീർന്നില്ല. അതിനുശേഷം റോഡ് നന്നാക്കി കൊടുക്കാത്തത് കൊണ്ട് തകർന്നു കിടക്കുന്ന റോഡുകൾ കടുത്തുരുത്തി മണ്ഡലത്തിൽ കടുത്തുരുത്തി പിറവം, അതുപോലെ തന്നെ വൈക്കം കടുത്തുരുത്തി മണ്ഡലങ്ങൾ, വൈക്കം പിറവം മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്നതൊക്കെ ഞങ്ങളുടെ പ്രദേശത്തുണ്ട്. കേരളം ഒട്ടാകെ PWD റോഡുകളുടെ പ്രശ്നങ്ങൾ. ഗ്രാമീണ റോഡുകളിൽ ഒരു രക്ഷയില്ല. ഗ്രാമീണ റോഡുകൾ നന്നാക്കാൻ ഒരു നടപടിയില്ല. സാർ, അതുകൊണ്ട് തന്നെ ഗ്രാമീണ റോഡുകൾ തകർന്ന തരിപ്പണമായി കിടക്കുകയാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള പദ്ധതി വിഹിതം പകുതി വെട്ടിക്കുറയ്ക്കുകയും കൂടെ ചെയ്തപ്പോൾ അവരെ കൊണ്ട് നടക്കിയല്ല. ഗവൺമെന്റ് സ്പെഷ്യൽ ഫണ്ട് കൊടുത്താലല്ലാതെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് വാട്ടർ അതോറിറ്റിക്ക് വേണ്ടി പൈപ്പിടാൻ വേണ്ടി വിട്ടുകൊടുത്ത റോഡുകൾ എന്ന നിലയിൽ ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി കൂടി ഇടപെട്ട് ഗവൺമെന്റ് ഒരു സ്പെഷ്യൽ സാങ്ഷൻ കൊടുത്തുകൊണ്ട് ഈ റോഡുകൾ നന്നാക്കാനുള്ള നടപടികൾ ഉണ്ടാകണം എന്നുകൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്. സാർ, അതുപോലെ തന്നെ ജലവിഭവ വകുപ്പിന്റെ കീഴിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പുതിയ ഉത്തരവ്, നമ്മുടെ ഡാം റിസർവർ ബഫർ സോണായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പുതിയ ഉത്തരവ് ഇന്നലെ ബഹുമാനപ്പെട്ട ശ്രീ സണ്ണി ജോസഫ് ഇവിടെ ചോദ്യോത്തരത്തിൽ ചോദിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അത് ഗൗരവമില്ല എന്ന് പറഞ്ഞെങ്കിലും മാധ്യമങ്ങൾ മുഴുവൻ ഇത് ഗൗരവമുള്ള വിഷയമായി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. സാർ, അവിടെ ആയിരക്കണക്കിന് കുടുംബങ്ങളും നമ്മുടെ പ്രധാനപ്പെട്ട പല പട്ടണങ്ങളും ഉൾപ്പെടെ ഈ ബഫർ സോണിന്റെ പരിധിയിൽ വരുന്നതോടുകൂടി വലിയ പ്രതിസന്ധിയിലേക്ക് വരാൻ പോവുകയാണ്.
സാർ, അതുകൊണ്ട് ഇത് കുറച്ച് നാളായിട്ട് ഈ ഉത്തരവ് മൂടി വെച്ചിരിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നു. മാസങ്ങൾക്ക് ശേഷമാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിൽ നിൽക്കുന്നതായിട്ടാണ് ഇപ്പോൾ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. സാർ, ഇതിൻ്റെ ആശങ്കകൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നത് പരിഹരിക്കാൻ കഴിയുന്ന നിലയിൽ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഡാം റിസർവെയർ ബഫർ സോണുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് വ്യക്തത ഉണ്ടാകുന്നതിന് വേണ്ടി അങ്ങ് മറുപടിയിൽ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സാർ, ജലവിഭവത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനൊരു പ്രതിസന്ധിയിലൂടെ വെള്ളം മനുഷ്യന് സമയത്ത് കൊടുക്കാൻ കഴിയുമോ എന്ന ആശങ്കയിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ അന്നത്തിൻ്റെ കാര്യത്തിൽ അത് അതിനേക്കാൾ കുഴപ്പമാണ്. സാർ, അന്നത്തിൻ്റെ കാര്യത്തിലൂടെ പറഞ്ഞു എല്ലാം തൃപ്തികരമാണെന്ന് പറഞ്ഞു. എല്ലാം തൃപ്തികരമാണോ? ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അങ്ങ് നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പാടശേഖരങ്ങളിലെ പ്രശ്നങ്ങൾ തീർന്നു, നെല്ല് സംഭരണം നടക്കും, ഞങ്ങളെല്ലാം വിശ്വസിച്ചു. അങ്ങ് പരിശോധിക്കണം. ഞാൻ ഇന്നലെ സഭയിൽ നിന്ന് വിട്ട് കോട്ടയത്ത് നെൽ കർഷകർ പാടി ഓഫീസ് പിക്കറ്റ് ചെയ്യുന്നത് കൊണ്ട് ആ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കോട്ടയത്ത് പോയി. സാർ, അവിടെ മുളച്ച നെല്ലും കിളിർത്ത നെല്ലും ഇത് രണ്ടും കൊണ്ടുവന്ന് കൃഷിക്കാർ കൊണ്ടുവന്ന് ഞാൻ പാടി ഓഫീസറുടെ മുമ്പിൽ വെച്ചു കൊടുത്തു. ഇത് നോക്കി പറയാൻ പറഞ്ഞു. ഇത് വസ്തുതയാണ്, ഞാനിത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ സഭയിൽ നമ്മുടെ ചട്ടം അനുസരിച്ച് ഇവിടെ പ്രദർശിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ സഭാ മേശപ്പുറത്ത് വയ്ക്കുന്നത്, സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്നതാണല്ലോ എല്ലാത്തിനെയും കീഴ്വഴക്കം. നമുക്ക് വേണമെങ്കിൽ സ്പീക്കർ അനുവദിച്ചാൽ സഭയുടെ മേശപ്പുറത്ത് വയ്ക്കാം. മുളച്ച നെല്ലും കിളിർത്ത നെല്ലും അങ്ങേക്ക് നേരിട്ട് കാണാം. സാർ, 20 എത്ര, ഞാൻ കണക്ക് പറയുന്നില്ല, എത്ര കിണ്ടൽ നെല്ല് ഇപ്പോൾ കയറിപ്പോയിട്ടുണ്ടെന്ന് അങ്ങ് നോക്കണം. എത്ര കിണ്ടൽ നെല്ല് ഇപ്പോൾ പാടത്ത് കിടപ്പുണ്ടെന്ന് നോക്കണം. അങ്ങ് അന്വേഷിക്കണം. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും നെല്ല് സംഭരണം പരിപൂർണമായിട്ടും പരാജയപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ കാരണം മില്ലുടമകളുടെ കള്ളക്കളിയാണ്. ഇത് കിളിർത്ത് കഴിഞ്ഞാൽ അവർക്ക് ചുളുവിലേക്ക് ഇത് എടുത്തുകൊണ്ട് പോകാം. സാർ, ഇത് എല്ലാ വർഷവും ഈ തട്ടിപ്പ് നടക്കുകയാണ്. മില്ലുടമകൾ അവർക്ക് തോന്നിയ വിലയ്ക്ക് ഇത് കൊണ്ടുപോവുകയാണ്. കൃഷിക്കാരൻ പ്രതീക്ഷയോടുകൂടി നെല്ല് കർഷകൻ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നു, നമ്മളെല്ലാം അതിന്റെ കൂടെ നിൽക്കുന്നു. നെല്ല് കൃഷി ചെയ്ത് അവസാനം നമുക്ക് ഇത് കൊയ്ത്തിന്റെ സമയമാകുമ്പോൾ സർക്കാർ കൈവിടുകയാണ്. എല്ലാ വർഷവും ഈ പ്രതിസന്ധി ഉണ്ടാവുകയാണ്. അതുകൊണ്ട് ഇത് മില്ലുടമകളും കൃഷിക്കാരും തമ്മിലുള്ള യുദ്ധമായിട്ട് മാറുകയാണ്. ഗവൺമെന്റ് നിസ്സഹായമായി കൈയും കെട്ടി നിൽക്കുകയാണ്. ഈ ഏർപ്പാട് അവസാനിപ്പിക്കണം. സാർ, ഇവിടെ ഗവൺമെന്റ് ഉണ്ടോ? ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ഗവൺമെന്റ് നേരിട്ട് നെല്ല് സംഭരിക്കണം. നേരിട്ട് നെല്ല് സംഭരിക്കാൻ കഴിയുന്ന സിസ്റ്റം കേരളത്തിൽ ആവിഷ്കരിക്കുന്നതിന് ഗവൺമെന്റ് മുന്നോട്ട് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് പോലും ഒരു പരിധിക്കപ്പുറം ഇടപെടാൻ പറ്റുന്നില്ല. കാരണം പാടി ഓഫീസർമാരുടെ പറയാൻ പറ്റുള്ളൂ. മില്ലുടമകൾ അവർ ഒളിച്ചോടുകയാണ്. അതുകൊണ്ട് മില്ലുടമകളെ വരക്കി നിർത്താൻ ഗവൺമെന്റിന് കഴിയണം. മില്ലുടമകളെ ഇവിടെ കൊണ്ടുവരാൻ കഴിയണം. അവരെ കൂടി ഇരുത്തി കൃത്യമായ ശാശ്വത പരിഹാരത്തിലേക്ക് വരാൻ കഴിയുന്ന സാഹചര്യം മുന്നോട്ടെങ്കിലും ഉണ്ടാക്കാൻ തയ്യാറാകണം. ഇപ്പോൾ കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിൽ കെട്ടിക്കിടക്കുന്ന മുഴുവൻ നെല്ലും ഒന്ന് കയറ്റി അയക്കാൻ കഴിയുന്ന വിധത്തിലുള്ള അടിയന്തര ഇടപെടൽ ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് രാഷ്ട്രീയത്തിന് അതീതമായി ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ഇതുപോലെ ഓരോ മേഖലകളുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. സാർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോട് ചെയ്തിരിക്കുന്ന എത്ര വലിയ അനീതിയാണ്. ആ കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പുകൾ ഇവിടെ നിയമസഭയിൽ അടിയന്തര പ്രമേയം ഉൾപ്പെടെ കൊണ്ടുവന്നു. പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ തുറന്ന് വ്യക്തമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി പ്രാവശ്യം പ്രസംഗിച്ചു. ഇപ്പോഴും ഒരു പരിഹാരം ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടില്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ചതുകൊണ്ട് ലൈഫ് പദ്ധതി ആ പാവങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും പ്രശ്നത്തിലാണ്. പട്ടികജാതി പട്ടികവർഗ SC/ST വിഭാഗങ്ങൾക്കുള്ളത് പൂർണ്ണമായും ഇപ്പോൾ സ്തംഭനത്തിലായി. സാർ, മഴക്കാലം വരുന്നു, ടർപ്പോളിൽ വലിച്ചു കെട്ടി ആ പാവങ്ങൾ കിടക്കുകയാണ്. സാർ, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. അതുകൊണ്ട് ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട് പുനഃസ്ഥാപിക്കണം. സാർ, അവർക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പുകൾ പുനഃസ്ഥാപിക്കണം. അത് ഈ സഭയിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടിയിൽ അങ്ങ് വ്യക്തമാക്കണം. അവർക്ക് ഭൂമി കൊടുക്കുമെന്ന് പറഞ്ഞു, കൊടുത്തിട്ടില്ല. അവർക്ക് ഈ പാവങ്ങൾക്ക് കൊടുത്ത വീട് വെക്കാനുള്ളതും പഠിക്കാനുള്ളതെങ്കിലും കൊടുക്കണ്ടേ? അതുകൊണ്ട് ആ അന്യായമായ നിലപാട് ഗവൺമെന്റ് ഈ മറുപടി പ്രസംഗത്തിൽ പുനഃപരിശോധിച്ചുകൊണ്ട് പറയണം എന്ന് അഭ്യർത്ഥിക്കുക. സാർ, അതുപോലെ തന്നെ ഞാൻ ഒറ്റ വാക്കിൽ ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ക്രൈസ്തവ മതവിഭാഗങ്ങൾ ഉൾപ്പെടെ മുസ്ലിം വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഉള്ള സ്കോളർഷിപ്പ് സ്കീമുകളെ കുറിച്ചും ഇവിടെ റോജി എം ജോൺ ചൂണ്ടിക്കാണിച്ചു, മറ്റ് MLA മാർ ചൂണ്ടിക്കാണിച്ചു. അതും വലിയ കഷ്ടത്തിലായിരിക്കുകയാണ്. ആ പദ്ധതികൾ അവതാളത്തിലായി. അതിനുവേണ്ടിയുള്ള ഫണ്ടും പുനഃസ്ഥാപിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത്തരത്തിൽ എല്ലാം വെട്ടിച്ചുരുക്കുകയും എല്ലാം ഇല്ലാതാക്കുകയും ചെയ്തിട്ട് എല്ലാം സൽഭരണം നടക്കുകയാണെന്ന് പറഞ്ഞാൽ സാർ, അത് കൈകൂപ്പി ഞങ്ങൾ വിനയത്തോടെ പറയുന്നു. ഇതുപോലുള്ള ദുരവസ്ഥയൊന്നും മാറ്റാൻ വേണ്ടി ഇടതുപക്ഷ മുന്നണി ഇനിയെങ്കിലും മനസ്സ് കാണിക്കണം. ഇതുപോലെ ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത ഈ ബഡ്ജറ്റിന്റെ വിവിധ നിർദ്ദേശങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു.